ഇതാദ്യമായാണ് അയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ഇന്ന് ഒരു അനുശോചന പുസ്തകം തയ്യാറാക്കിയിരുന്നു. വിവിധ നയതന്ത്രർക്ക് അവിടെ എത്തി അതിലൊരു കുറിപ്പ് പങ്കുവെക്കുകയും അതിൽ ഒപ്പിടാനുള്ള അവസരവും ഇറാൻ എംബസിയിൽ വന്നിരുന്നു. രാവിലെ തന്നെ റഷ്യൻ എംബസിയിൽ നടക്കം ഉദ്യോഗസ്ഥരെത്തുകയും ഈ അനുശോചന കുറിപ്പിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇതിൽ നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇപ്പോൾ ഈ അനുശോചന കുറിപ്പിൽ ഒപ്പിടുകയും ഒരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്ത് അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലെ ഇറാൻ അംബാസഡറുമായി സംസാരിക്കുന്നതടക്കം ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് ഫത്താലിയുമായിട്ടാണ് വിക്രം മിസ്രി സംസാരിച്ചിരുന്നത്. നേരത്തെ ഈ നിലപാടിൽ പ്രധാനമായും ഇറാൻ പരമോന്നത നേതാവിന്റെ വധത്തിൽ ഇന്ത്യയുടെ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കം ഉയർന്നിരുന്നു. ഇതിനെ അപലപിക്കാൻ ഒരു തരത്തിലും ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി ഇന്ത്യ ഈ വധത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുശോചന കുറിപ്പിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവെക്കുകയും അതിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നും നാളെയുമാണ് ഇറാൻ എംബസിയിൽ അനുശോചന പുസ്തകം ഇത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 2 ദിവസം വിവിധ എംബസികളിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അതിൽ ഒപ്പുവെക്കാനുള്ള അവസരമുണ്ടാകും. എന്തായാലും ഇന്ത്യയുടെ ഒരു ആദ്യ പ്രതികരണം അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ആദ്യ അനുശോചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നടക്കം ഈ വിവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഏതും ആയാലും അതിനെ പിന്തുണയ്ക്കുമെന്നതാണ് പ്രധാനമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അയത്തുള്ള അലി ഖമനയുടെ വധവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാടിൽ നിരന്തരം വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവസാനമായി ദിവസങ്ങൾ ഈ വധം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു അനുശോചനം ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇപ്പോൾ ഇറാൻ എംബസിയിലെത്തി ഈ അനുശോചന പുസ്തകത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ്.